സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു വർഷം നമ്മളിൽ നിന്നും വിട പറയാനിരിക്കുകയാണ്. നമ്മളുടെ വീട്ടിലെ ഭിത്തികളിൽ തൂങ്ങിയ കലണ്ടറുകൾ, ആ കലണ്ടർ മാറ്റി അല്ലെങ്കിൽ ആ കലണ്ടറിന് മുകളിലേക്ക് പുതിയൊരു കലണ്ടർ വരാനിരിക്കുകയാണ്. ഒരു കലണ്ടർ നമ്മൾ മാറ്റി വെക്കുമ്പോൾ ഒരു വർഷം കഴിഞ്ഞ് പുതിയതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എന്ന് നമ്മളും എല്ലാവരും തിരിച്ചറിയുകയാണ്. ജീവിതത്തിൽ കുറേ വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് പുതുവർഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഓരോ പുതുവർഷങ്ങൾ വരുമ്പോഴും നമ്മുടെ നാട്ടിൽ പല ആളുകളും പല തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഒരു പുതിയ വർഷമാണ്, ഞാനിനി എങ്ങനെയാകും, ഇങ്ങനെയാകും, ഇന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ പ്ലാനിങ്ങുകൾ പലപ്പോഴും നടത്താറുണ്ട്. പക്ഷെ ഭൂരിഭാഗം ആളുകൾക്കും ആ പ്ലാനിങ്ങുകളൊന്നും പരിപൂർണമായും നടപ്പിൽ വരുത്താൻ സാധിക്കാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഏതായിരുന്നാലും ഒരു കഴിഞ്ഞ ദിവസങ്ങളെക്കുറിച്ച് ഒരു തിരിഞ്ഞു നോട്ടം നടത്തുന്ന ആളുകൾക്ക് മാത്രമാണ് ഇനി മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ വിജയിക്കാൻ വേണ്ടി കഴിയുക. ഒരു ബിസിനസ്മാൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ കടയിലേക്ക്, ബിസിനസ് സംരംഭത്തിലേക്ക് ട്രെൻഡുകൾ അനുസരിച്ച് അങ്ങനെ കുറേ സാധനങ്ങൾ വാരിക്കൂട്ടി കച്ചവടത്തിന് വെച്ചാൽ അവനൊരിക്കലും ഒരു വിജയം പ്രാപിക്കുകയില്ല. കുറേ സംഗതികൾ ഡെഡ് സ്റ്റോക്കായി അവിടെ കിടക്കും. എന്നാൽ തൻ്റെ ബിസിനസ്സിൻ്റെ വർഷാവസാനത്തിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിലൊക്കെ പരിപൂർണമായ ഒരു കണക്കെടുപ്പ് നടത്തി ഏതൊക്കെ സ്റ്റോക്കുകൾ ബാക്കിയാകുന്നുണ്ട്, ആളുകൾക്ക് ആവശ്യമുള്ളത് ഏതാണ്, ആളുകൾ വാങ്ങാത്തത് ഏതാണ് എന്നിങ്ങനെയൊക്കെ നോക്കിയിട്ട് ഒരു പരിശോധന നടത്തിയിട്ട് ആവശ്യമായ രൂപത്തിൽ ക്രമീകരണങ്ങൾ വരുത്തി ഇനി പലതും ഒഴിവാക്കേണ്ടതാണ്, ഇനി പല സംഗതികളും ഈ കടയിൽ വിൽക്കേണ്ടതില്ല, ഇനി കുറേ കാര്യങ്ങൾ വാങ്ങേണ്ടതുണ്ട്, ആളുകൾക്ക് ആവശ്യം ഇതൊക്കെയാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ആവശ്യമായ എഡിറ്റിങ്ങൾ വരുത്തുന്ന ഒരു ബിസിനസ്മാന് മാത്രമേ തൻ്റെ കച്ചവടത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവരൊക്കെ കുറച്ച് കഴിഞ്ഞാൽ വലിയ ആവേശപ്പുറത്തൊരു ബിസിനസ് ആരംഭിക്കുകയും പിന്നീട് അത് പരാജയപ്പെടുകയും ചെയ്യുന്നതൊക്കെയാണ് ഉണ്ടാകാറുള്ളത്. കൃഷിക്കാരനും അതേപോലെയാണ്. തൻ്റെ കൃഷിയിൽ ആ കൃഷിയിലുള്ള വിളവ് കൂടുതൽ ലഭിക്കാനുണ്ടായ കാരണം, ഈ വർഷം ഇറക്കിയ വളം ഏതാണ് എന്നൊക്കെ നോക്കിയിട്ട് ആവശ്യമായ പരിചരണങ്ങൾ തൻ്റെ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴേ അവൻ്റെ കൃഷിയിൽ അവന് വലിയ വിജയം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഇതൊക്കെ ഭൗതികമായ രൂപത്തിൽ ഭൗതികമായ ആവശ്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കാറുണ്ട്. അങ്ങനെ പരിശോധിക്കുന്നവർക്ക് വിജയം വരിക്കാൻ കഴിയുകയുള്ളൂ എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വിഷയത്തിൽ, പാരത്രിക ലോകത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഈ ഒരു പുനർവിചിന്തനം നടത്താൻ, ഒരു തിരിഞ്ഞു നോട്ടം നടത്താൻ നമുക്ക് സാധ്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ പരാജയക്കാരായി തീരും എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു വർഷം അവസാനിക്കുന്നിടത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കഴിഞ്ഞ വർഷത്തിലേക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം നടത്താൻ, നമ്മുടെ ജീവിതത്തിന്റെ ആയുസ്സിൽ കഴിഞ്ഞുപോയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ആലോചന നടത്താൻ, പുനർവിചിന്തനം നടത്താൻ നമുക്ക് ഈ സമയത്തെ ഉപകരിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ എപ്പോഴാണ് മരണപ്പെട്ടു പോവുക എന്നുള്ളത് ഒരാൾക്കും പറയാൻ സാധ്യമാകുന്ന വിഷയമല്ല. ഈ ലോകത്ത് ഒരുപാട് കാലം നമ്മൾ ജീവിക്കുമെന്നോ അതല്ലെങ്കിൽ മരിക്കാതെ ഇവിടെ നിൽക്കുമെന്നോ നമുക്കൊരാൾക്കും പറയാൻ കഴിയില്ല. ഈ ഭൂമി ലോകത്ത് ആരെങ്കിലും മരിക്കാതിരിക്കുമായിരുന്നെങ്കിൽ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമായിരിക്കുമെന്നാണ് ഒരു കവി പാടിയത്. വലൗ കാനത്തിദ് ദുനിയ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്കിയാകുമായിരുന്നു, ഈ ദുനിയാവ് ആർക്കെങ്കിലും കാലാകാലത്തേക്കായിക്കൊണ്ട് ഈ ദുനിയാവ് ഉണ്ടാകുമായിരുന്നെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ബാക്കിയാകുമായിരുന്നുവെന്നാണ്. പക്ഷേ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളടക്കം ലോകത്തുള്ള എല്ലാവരും മരിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ദേഹവും മരണത്തെ ആസ്വദിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറഞ്ഞത്.
എല്ലാവരും മരിക്കും. പിറന്നു വീണ ഏതൊരു കുഞ്ഞും അവൻ ഈ ലോകത്ത് നിന്ന് മരിക്കുമെന്നതൊരു ഉറപ്പാണ്. അത് എത്ര കാലമാകുമെന്നത് ഒരാൾക്കും പറയാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 4 മാസം പൂർത്തിയാകുമ്പോൾ 120ാമത്തെ ദിവസത്തിൽ ഒരു മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. എന്നിട്ട് ആ മലക് ഫയൻഫഖു ഫീഹി റൂഹ്, ആ മലക്കാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ റൂഹ് ഊതി കൊടുക്കുന്നത്. എന്നിട്ട് ആ റൂഹ് ഊതി കൊടുക്കുന്ന അന്ന് തന്നെ ഇവന്റെ അജൽ, ഇവന്റെ എത്ര കാലം ഇവൻ ജീവിക്കുമെന്ന്, ഇവന്റെ മരണം എപ്പോഴാണ് എന്ന് ആ മലക്ക് അന്ന് എഴുതി വെക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഭൂമി ലോകത്തേക്ക് തന്നെ പിറന്നു വീഴാൻ കഴിയാത്ത രൂപത്തിൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ ആയിരിക്കാം ആ കുഞ്ഞിന്റെ മരണം. ഇനി അതല്ല, ഈ ലോകത്തേക്ക് പിറന്നു വീണ് 1-2 ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ 1-2 വർഷങ്ങൾ കൊണ്ട് ഒക്കെ ആയിരിക്കാം ഒരാളുടെ മരണം. അതുമല്ലെങ്കിൽ കുറച്ചധികം വർഷം അവൻ ജീവിച്ചേക്കാം. അവനെ കുറച്ച് മുമ്പോട്ട് നടന്നു വരാൻ കഴിയില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. ഈ ഉമ്മത്തിന്റെ വയസ്സ് എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ ശരാശരി പ്രായം എന്നുള്ളത് 60ന്റെയും 70ന്റെയും ഇടയിലാണ്. ഇതാണ് ഈ ഉമ്മത്തിന് അല്ലാഹു വെച്ച കാലയവധി എന്നുള്ളത്. മുൻകഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഉമ്മത്തിന് അല്ലാഹു ഇതിനേക്കാൾ കൂടുതൽ വർഷം നൽകിയിട്ടുണ്ട്. 100 വർഷവും 200 വർഷവും 400 വർഷവും 1000 വർഷവും എല്ലാം ജീവിച്ച സമുദായം നമുക്ക് മുമ്പ് കടന്നുപോയിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അല്ലാഹു നൽകിയ ശരാശരി പ്രായം 60ന്റെയും 70ന്റെയും ഇടയിലാണ്. 70ന്റെ അപ്പുറത്തേക്ക് ആരെങ്കിലും പോകുന്നുവെങ്കിൽ അതവന് ബോണസായി മാത്രം കണക്കാക്കിയാൽ മതി എന്നാണ്. സഹോദരന്മാരെ, ആ ഒരു പ്രായമാണ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ആ പ്രായം തന്നെ എല്ലാവരും ആകുമെന്ന് ഒരാൾക്കും ഉറപ്പില്ല. ആളുകൾ ഏത് സമയത്ത് മരിക്കുമെന്ന് ഒരാൾക്കും ഉറപ്പില്ല. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പാടിയിട്ടുണ്ട്, എത്രയെത്ര ആരോഗ്യ ദൃഢഗാത്രരായ ആളുകളാണ്. വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിൻ അദ്ദഹരി. നല്ല ആരോഗ്യമുള്ള, പറയാനൊരു കുഴപ്പവുമില്ലാത്ത, ഒരു പ്രശ്നവുമില്ലാത്ത, ഷുഗറോ കൊളസ്ട്രോളോ പ്രഷറോ തുടങ്ങിയിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത എത്രയെത്ര ആളുകളാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ളത്. രാത്രി എല്ലാവരോടും സലാം പറഞ്ഞ് കിടന്നുറങ്ങിയതൻ രാവിലെ വിളിക്കും എഴുന്നേൽക്കുന്നില്ല എന്ന് എത്ര ആളുകളെ കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അസുഖം ബാധിച്ച് കട്ടിലിൽ കിടന്ന് എത്രയെത്ര ആളുകൾ വർഷങ്ങളും ദിവസങ്ങളും ഇങ്ങനെ തള്ളി നീക്കുന്നുണ്ട്. ഒരാൾക്കും പറയാൻ കഴിയില്ല അസുഖമായി ഇനി ഇത്ര ദിവസം കൊണ്ട് മരിക്കും എന്ന് പറയാൻ കഴിയില്ല. അസുഖം വന്ന്, ക്യാൻസർ വന്ന് അതിന്റെ സ്റ്റേജ് 2, 3, 4 സ്റ്റേജുകളിലേക്ക് എത്തിയിട്ട് ഇത്ര മാസം മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് ഡോക്ടർമാർ വിധി എഴുതി എത്ര ആളുകൾ വർഷങ്ങളോളം ജീവിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അടുക്കലുള്ള ഒരു വ്യക്തിയുടെ അജൽ എന്നുള്ളത്, ആ അജൽ എത്തിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് അത് മുമ്പോട്ടോ പിന്നോട്ടോ പോകില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അജലുണ്ട്. കഴിഞ്ഞാൽ ഒന്നും പിന്നോട്ടോ മുന്നോട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സമയം നീട്ടി കൊടുക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, നമ്മളുടെ ആയുസ് അല്ലാഹു ഇത്രയും നീട്ടി തന്നിട്ടുണ്ട്. 10 വർഷം, 60 വർഷം, 70 വർഷം, 40 വർഷം ഒക്കെ വ്യത്യസ്ത പ്രായങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ അവസരം നൽകിയിട്ടുണ്ട്. ഇനി എത്ര വർഷം നമ്മൾ ജീവിക്കുമെന്ന് നമുക്കൊരാൾക്കും അറിയില്ല. നമുക്കൊരാൾക്കും ഒരു നിശ്ചയവുമില്ല. ആ നിശ്ചയമില്ലാത്തത് കൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് ഞാൻ മരണത്തിലേക്ക് അടുത്തിരിക്കുന്നു എന്നാണ്. എന്റെ ജീവിതത്തിൽ ഒരു വർഷവും കൂടി കഴിഞ്ഞിട്ടുണ്ട്, അഥവാ ഞാൻ ഖബറിലേക്ക് ഒരു വർഷം കൂടി അടുത്തിട്ടുണ്ട് എന്ന ചിന്തയാണ് അവനുണ്ടാകേണ്ടത്. ആ ചിന്ത ആരുണ്ടാക്കുന്നോ അവർക്ക് മാത്രമാണ് വിജയമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂൽ അടുക്കിലേക്ക് വന്ന് ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യുന്നാസി അഖിയസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ബുദ്ധിമാൻ ആരാണ് റസൂലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റൻ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ. മരണത്തെ ഏറ്റവും നന്നായി ഓർക്കുന്നവൻ, ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി പണിയെടുക്കുന്നവനാണ്. ഉലൈകൽ ലക്കിയാസ്, ഉലൈകൽ ലക്കിയാസ്, ഉലൈകൽ ലക്കിയാസ്. അവനാണ് ബുദ്ധിമാൻ, അവനാണ് ബുദ്ധിമാൻ, അവനാണ് ബുദ്ധിമാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീടിന്റെ അവസ്ഥ,
എന്റെ ജോലിയുടെ കാര്യം, മക്കളുടെ പഠനം, ഇതിങ്ങനെ ചിന്തിച്ചു കൂട്ടിയിട്ട് അതിനുവേണ്ടി കുറെ സമയങ്ങളും ദിവസങ്ങളും പണിയെടുക്കുന്ന ആളുകൾ എന്നല്ല, തന്റെ മരണത്തെക്കുറിച്ച് ആലോചിച്ച് ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് അതിനുവേണ്ടി ഈ ലോകത്ത് പണിയെടുക്കുന്ന ആളുകളാണ് ഏറ്റവും വലിയ ബുദ്ധിമാനെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീലിൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് കൈവച്ചുകൊണ്ട് പ്രവാചകനെ പറഞ്ഞതാണ്, ഇബ്നു ഉമറേ, കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബുൻ, നീ ഈ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെയാണ് ജീവിക്കേണ്ടത്. ഔ ആബിറു സബീലിൻ, അല്ലെങ്കിൽ യാത്രക്കാരനെ പോലെയാണ് ജീവിക്കേണ്ടത്. ഒരു നാട്ടിൽ ഒരു അപരിചിതൻ വന്നു കഴിഞ്ഞാൽ ആ അപരിചിതൻ ആ നാട്ടിൽ എത്ര ദിവസം ജീവിക്കും? അവൻ പെട്ടെന്ന് അവന്റെ കാര്യം കഴിഞ്ഞു പോകും. അതുപോലെയാണ് നമ്മൾ ഈ ലോകത്തുള്ളത്. എത്രയാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് കാലാകാലം ജീവിക്കാൻ കഴിയുന്നവരെ പോലെയല്ല നമ്മൾ ഇവിടെ ജീവിക്കേണ്ടത് എന്നാണ് ഈ ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞു കൊടുക്കുന്ന ആളുകളോടൊക്കെ പറയാറുണ്ടായിരുന്നത്രേ, ഇദാ അസ്ബഹത ഫലാ തൻതദിരിൽ മസാ വഇദാ അംസൈത ഫലാ തൻതദിരി സബാഹ്. നിനക്ക് വൈകുന്നേരമായി കഴിഞ്ഞാൽ നീ രാവിലെ വരെ ബാക്കിയാകുമെന്ന് നീ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല. നീ രാവിലെ നേരം പുലർന്നാൽ വൈകുന്നേരം വരെ ജീവിക്കാൻ കഴിയുമെന്ന് നീ ഒരിക്കലും കരുതേണ്ടതില്ല. അതുകൊണ്ട് നിന്റെ ജീവനം നീ ഉപയോഗപ്പെടുത്തണം, നിന്റെ മരണത്തിന് മുമ്പ് ഉപയോഗപ്പെടുത്തണമെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നുവെന്ന് നമുക്ക് ഹദീസിൽ കാണുവാൻ സാധ്യമാകും. സുഹൃത്തുക്കളെ, ആ രൂപത്തിലാണ് നമ്മളുള്ളത്. നമ്മളൊരു യാത്രക്കാരൻ മാത്രമാണ്, നമ്മുടെ അപരിചിതന് മാത്രമാണ്. ആ യാത്രക്കാരന്റെ യാത്രയിലെ ഒരു ദൂരം താണ്ടുകയാണ് ഒരു വർഷം കഴിയുന്നതിലൂടെ. മരണത്തിലേക്ക് അടുത്തിരിക്കുന്നു എന്നാണ് അബൂ ശുറൈഹ് റഹിമഹുല്ലാഹ്. അദ്ദേഹം ഒരു യാത്ര ചെയ്യുമ്പോൾ യാത്രയിൽ വിദൂരത്ത് അദ്ദേഹം സഞ്ചാരം പൂർത്തിയാക്കിയിട്ട് തന്റെ ഒട്ടകപ്പുറത്ത് നിന്ന് താഴേക്കിറങ്ങിയിട്ട് പിന്നോട്ട് നോക്കി തന്റെ കാൽപാദങ്ങൾ നോക്കിക്കൊണ്ട് കരയുന്ന ഒരു ചരിത്രത്തിൽ കാണാൻ കഴിയും. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് താങ്കൾ ഇങ്ങനെ കരയുന്നത് എന്ന്. അദ്ദേഹം പറഞ്ഞത്, ഇതാ എന്റെ ഈ കാൽപ്പാടുകൾ, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന ഈ കാൽപ്പാടുകൾ ഞാൻ സഞ്ചരിച്ചു തീർത്ത വഴികളെയാണ് എനിക്ക് കാണിച്ചു നൽകുന്നത്. ഇനി സഞ്ചരിക്കാനിരിക്കുന്ന ദൂരം എത്രയുണ്ട് എന്ന് എനിക്കറിയില്ല. ഈ കാൽപാദങ്ങൾ നോക്കിയാൽ ഞാൻ സഞ്ചരിച്ച ദൂരം എത്രയാണെന്ന് കൃത്യമായി കൊണ്ട് കണക്കാക്കാൻ കഴിയും. എന്നാൽ എന്റെ ജീവിതവും ഇതുപോലെയാണല്ലോ. എന്റെ ജീവിതത്തിൽ ഞാൻ എത്രയോ ഫുഡ് സ്റ്റെപ്സുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞു പോയ എന്റെ ജീവിതം എനിക്ക് എത്രത്തോളം ഉപകരിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് മുമ്പോട്ട് സഞ്ചരിക്കാനുള്ള ജീവിത സഞ്ചാരപഥം അത് ധാരാളമുണ്ട്. അതിനുവേണ്ടി പണിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ വലിയ ഹതഭാഗ്യനായി പോകുമല്ലോ എന്ന് പറയുന്ന അബൂ ശുറൈഹിനെ ചരിത്രത്തിൽ കാണാൻ സാധ്യമാകും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്താകാൻ വേണ്ടി കിടക്കുന്ന സമയത്ത്, മരണാസന്നനായി രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരയുകയായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബൂ ഹുറൈറ, അല്ലയോ അബൂ ഹുറൈറ, താങ്കളുടെ ജീവൻ ധന്യമായിരുന്നില്ലേ? ഇസ്ലാമിന് വേണ്ടി എത്രയാണ് താങ്കൾ പണിയെടുത്തിട്ടുള്ളത്? പ്രവാചകന്റെ ഹദീസുകൾ താങ്കൾ എത്ര ആളുകൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ളത്? ജീവിതം ധന്യമല്ലേ, പിന്നെന്തിന് കരയണമെന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ചുറ്റുമൂടി ആളുകളോട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് അൽ മൗതു ഖരീബുൻ, എന്റെ മരണവിധ അടുത്തിരിക്കുന്നു. വസ്സഫറു തവീലുൻ, എനിക്ക് സഞ്ചരിക്കാനുള്ള സഞ്ചാരപഥം അത് ധാരാളമുണ്ട്. പക്ഷേ ഫസാദു ഖലീലുൻ, എന്റെ കയ്യിലുള്ള സമ്പാദ്യം അത് വളരെ കുറച്ചാണ് എന്ന്. സുഹൃത്തുക്കളെ, ആരാണ് പറയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ സഖർ എന്ന പേരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കയ്യിലുണ്ടാകുന്ന പൂച്ചക്കുട്ടിയെ കാരണത്താൽ അബൂ ഹുറൈറ എന്ന് സ്നേഹത്തോട് വിളിച്ച ആ സഹാബി പ്രവാചകന്റെ കൂടെ ചുരുങ്ങിയ വർഷം മാത്രമാണ് ജീവിച്ചത്, 5 വർഷം മാത്രമാണ് ജീവിച്ചത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ദീന് പഠിക്കാൻ വേണ്ടി തന്റെ ജോലിയും മറ്റ് കാര്യങ്ങളും എല്ലാം ഒഴിവായിക്കൊണ്ട് മദീന പള്ളിയിലെ സഹാബ് സുഫയുടെ കൂട്ടത്തിൽ പള്ളിയിൽ ദീന് പഠിക്കാൻ വേണ്ടി ഒഴിഞ്ഞിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇൽമ പഠിക്കാനുള്ള ആഗ്രഹത്തിൽ റസൂലോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പ്രവാചകന്റെ പ്രാർത്ഥനാപരമായി കൊണ്ട് ധാരാളക്കണക്കിന് ഹദീസുകളെ ഹിഫ്ളാക്കുവാൻ ആ സഹാബിക്ക് കഴിഞ്ഞു. 5000-ലധികം ഹദീസുകളാണ് മുസ്ലിം ഉമ്മത്തിന് വേണ്ടി അദ്ദേഹം സംഭാവന നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ലഭിച്ച സ്വഹീഹായ ഹദീസുകൾ മാത്രമാണ് 5000-ൽ പരമുള്ളത്. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ് അദ്ദേഹം. ഏതൊരു മിമ്പറിലും അദ്ദേഹം ഉദ്ധരിച്ച ഹദീസുകൾ ഉദ്ധരിക്കാത്ത ദിവസം ഉണ്ടാവുകയില്ല. അദ്ദേഹം പറഞ്ഞ ഹദീസുകൾ ഉദ്ധരിക്കാത്ത മിമ്പറുകൾ ഒരു വെള്ളിയാഴ്ചയും കടന്നു പോകുന്നില്ല. ലോകത്ത് ഏതൊക്കെ ആരൊക്കെ എവിടെയൊക്കെ തങ്ങളുടെ സംസാരങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ആ സ്വഹാബി ഉദ്ധരിച്ച ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ടോ അതിന്റെ എല്ലാം കൂലി അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വരവ് ചേർക്കപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത എന്നുള്ളത്.
ആ സഹാബി തന്റെ സമ്പാദ്യം വളരെ കുറവാണ് എന്ന് ജീവനം ഇസ്ലാമിന് വേണ്ടി പരിപൂർണമായി മുഴിഞ്ഞു വെച്ചിട്ടും അവർക്ക് സങ്കടമുണ്ടായെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കേ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നുവെന്ന്. നമുക്കൊരാൾക്കും പറയാൻ കഴിയുകയില്ല എന്റെ മരണം ഏത് രൂപത്തിലായിരിക്കുമെന്ന്. പക്ഷേ എന്റെ കർമ്മങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ എനിക്ക് കഴിയും. നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. സ്വഹാബികൾ എല്ലാവരും ഇങ്ങനെയായിരുന്നു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഖിലാഫ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ കാണാനായിക്കൊണ്ട് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരയുകയായിരുന്നു. ചരിത്രത്തിൽ കാണാം. ഖലീഫയാണ്, തന്റെ ഭരണാധിക, തന്റെ രാജ്യത്തിന്റെ നേതാവാണ്. ഇസ്ലാമിക സാമ്രാജ്യങ്ങൾക്ക് പുറമെ 10ലധികം ഭൗതിക സാമ്രാജ്യങ്ങളുടെ നേതാവായിരുന്നു മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ സഹാബി കരയുകയാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ ലിമ തബ്കി അൻത്, എന്തിനാണ് താങ്കൾ കരയുന്നത്? എന്തിനെ കരയണം താങ്കൾ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ കരയുന്നതിന് കാരണം അബൂ മൂസ, അത് വല്ലാത്തൊരു കാരണമാണ്. ആ കാരണം പറയാൻ കഴിയുന്നില്ല, പൊട്ടിക്കരയുകയാണ്. അബൂ മൂസ ആവർത്തിച്ച് ചോദിച്ചു, എനിക്ക് സാധ്യമാകുന്ന രൂപത്തിൽ താങ്കളെ സഹായിക്കാൻ, താങ്കളുടെ പ്രയാസങ്ങളിൽ താങ്കൾക്ക് സഹായമാകുവാൻ എനിക്ക് കഴിയും, ഞാൻ ശ്രമിക്കാം, താങ്കൾ കാരണം പറയുമെന്ന്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പ്രയാസത്തിൽ സഹായിക്കുവാൻ അബൂ മൂസ നിനക്ക് കഴിയില്ല, നിനക്ക് കഴിയില്ല. താങ്കൾ ഞങ്ങളുടെ അമീറുൽ മുഅ്മിനീനാണ്, എനിക്ക് സാധ്യമാകുന്ന രൂപത്തിൽ ചെയ്യാം. ഉമർ പറഞ്ഞു, ഇല്ല, കഴിയില്ല. കാരണം ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബൂ മൂസ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉന്നത നിഹായസിൽ സ്വർഗ്ഗത്തിലായിരിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നുപോയി. അദ്ദേഹവും പ്രവാചകരെ പഠിപ്പിച്ചിട്ടുണ്ട് സ്വർഗ്ഗത്തിന്റെ 8 വാതിൽ കൂടി പ്രവേശിക്കുമെന്ന്. അദ്ദേഹവും സ്വർഗ്ഗത്തിൽ ഉന്നത നിഹായസിൽ ഉണ്ടാകും. ഞാൻ വർഷങ്ങളോളം ഇവിടെ ഖിലാഫത്ത് നടത്തി, എനിക്ക് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ? അള്ളാഹു എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് അബൂ മൂസ ഞാൻ കരയുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നോക്കൂ സുഹൃത്തുക്കളെ, ആരാണത്? മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാവുകൊണ്ട് അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന എന്ന് 10 ആളുകളുടെ പേര് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് രണ്ടാമത് എണ്ണിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ്ഗത്തിൽ ഉമർ ഇബ്നു ഖത്താബിന് ഒരു വലിയ കൊട്ടാരമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ ഉമർ സ്വർഗ്ഗത്തിലാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ആ സഹാബിക്ക് തന്റെ ജീവിതത്തെക്കുറിച്ച് പേടിയാണ്. ആ ഒരു പേടി സഹോദരിമാരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ കഴിയുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും, ഞാനൊക്കെ നിസ്കരിക്കാൻ കഴിയുമ്പോഴൊക്കെ പള്ളിയിലേക്ക് ജമാഅത്തിനെത്താറുണ്ട്, ഞാനൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, ഇങ്ങനെ ചെയ്യാറുണ്ട്, ഞാനൊക്കെ സ്വർഗ്ഗത്തിൽ പോയിട്ടില്ല, പിന്നെ ആരാണ് പോവുക എന്ന രൂപത്തിലാണ് പല ആളുകളുടെയും ചിന്തയുണ്ടാകാറുള്ളത്. മറ്റുള്ള ആളുകളിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ അവനേക്കാൾ ഉഷാറാണ് എന്ന് ചിന്തിക്കാനാണ് നമ്മളെ പല ആളുകളും ശ്രമിക്കാറുള്ളത്. സുഹൃത്തുക്കളെ, അങ്ങനെ ചിന്തിക്കുവാൻ നമുക്ക് ആർക്കും സാധ്യമാവുകയില്ല. നമ്മളുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നന്നാക്കി മുന്നോട്ട് പോകുവാൻ കഴിയേണ്ടതുണ്ട്. ഈ ചിന്തയാണ് നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത്. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ മരണസമയത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു മരണശയ്യയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം കരയുകയായിരുന്നു. ചുറ്റും കൂടി ആളുകൾ ചോദിച്ചു, എന്തിന് താങ്കൾ കരയണമെന്ന്? അദ്ദേഹം പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ 3 കാലഘട്ടങ്ങൾ കടന്നുപോയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ 3 കാലഘട്ടങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ മുശ്രിക്കായിരുന്ന, ഞാൻ കാഫിറായിരുന്ന, ജഹാലത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. അന്ന് ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നരകത്തിലാണെന്ന് എനിക്കുറപ്പാണ്. പിന്നീട് രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവാചകന്റെ അടുക്കിലേക്ക് വന്നു, റസൂലിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, റസൂലേ, ഞാൻ താങ്കൾക്ക് ബൈഅത്ത് ചെയ്യാം, പക്ഷേ ഒരു ഷർത്തുണ്ട്, എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. പ്രവാചകൻ ചോദിച്ചു, എന്താണ് കണ്ടീഷൻ? ഞാൻ പറഞ്ഞു, റസൂലേ, എനിക്ക് എന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു നൽകണം, എങ്കിലേ ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയുള്ളൂ എന്ന്. ഞാൻ മുമ്പ് ചെയ്തിരുമ്പോഴൊക്കെ എനിക്ക് പുറത്തു കിട്ടുമെന്ന് താങ്കൾ ഉറപ്പ് നൽകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ അംറേ, നിനക്കറിയില്ല, ഇന്നൽ ഇസ്ലാമ യഖ്ദിമു മാ കാന ഖബ്ല, ഇസ്ലാമിലേക്ക് ഒരുവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ മുഴുവനും അള്ളാഹു പൊളിച്ചു കളയുമെന്ന്.
ഹിജറ എന്നുള്ളത് മുൻകഴിഞ്ഞ പാപങ്ങളെ പൊറിച്ചു കളയുന്നതാണ് എന്ന്. ഹജ്ജ് ചെയ്താൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെ പൊളിച്ചു കളയുമെന്ന് താങ്കൾക്കറിയില്ലേ എന്ന് അംർ ബിൻ ആസിനോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അന്ന് പ്രവാചകന്റെ കൂടെ ഞാൻ ബൈഅത്ത് ചെയ്ത ആ സന്ദർഭത്തിൽ റസൂലിന്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വർഗത്തിലാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ മൂന്നാമതൊരു കാലം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. പിന്നീട് എന്റെ ജീവിതത്തിലേക്ക് കുറെ ദിവസങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഞാൻ കുറെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ജീവിച്ചിട്ടുണ്ട്. എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്ക് ചിന്തിക്കുവാൻ കഴിയുന്നില്ല, എനിക്കൊരിക്കലും അറിയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. സുഹൃത്തുക്കളെ, ഒരു സഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബികളെല്ലാം പാപങ്ങൾ പുറത്തു കിട്ടുന്നവരാണ് എന്ന്, സ്വർഗാവകാശികളാണ് എന്ന് പ്രവാചകനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ആ സഹാബികൾക്ക് തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് വല്ലാത്ത ഒരു ബേജാറും പരലോകത്തെ കുറിച്ചുള്ള സങ്കടവും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വർഷം കഴിയുന്നിടത്ത സുഹൃത്തുക്കളെ നമ്മൾക്കുണ്ടായിരിക്കേണ്ട തീരുമാനവും നമ്മുടെ ജീവിതത്തെ കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കുക. എന്റെ നമസ്കാരം എങ്ങനെയാണ്? സുബ്ഹിന്റെ ജമാഅത്തിന് ഞാൻ പള്ളിയിലെത്താറുണ്ടോ? 5 നേര ജമാഅത്തുകൾക്ക് ഞാൻ പള്ളിയിലെത്താറുണ്ടോ? എന്റെ പെരുമാറ്റത്തിന്റെ അവസ്ഥ എന്താണ്? എന്റെ കുടുംബക്കാരോടുള്ള എന്റെ നിലപാട് എങ്ങനെയാണ് എന്നിങ്ങനെ തുടങ്ങിയിട്ട് സുഹൃത്തുക്കളെ ഓരോന്നും പരിശോധിക്കുവാൻ കഴിയേണ്ടതുണ്ട്. ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുവാൻ, ആളുകൾക്കിടയിൽ സമാധാനവും സന്തോഷവും ഉണ്ടാക്കാനായിരിക്കണം നമ്മുടെ പരിശ്രമങ്ങൾ. നല്ല നിലയിൽ കഴിഞ്ഞു പോകുന്ന ആളുകൾക്കിടയിൽ ഫിതന ഉണ്ടാക്കി, ഫസാദ് ഉണ്ടാക്കി, ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും ഉൾപ്പെട്ടു പോകുവാൻ പാടില്ല. ഒരു കുടുംബം നല്ല നിലയിൽ പോകുന്നു, അവിടേക്ക് കയറി ചെന്ന് പലതും പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകൾക്കിടയിൽ ഇല്ലാതാക്കിക്കൊണ്ട് കുടുംബത്തെ തെറ്റിക്കുന്ന ആളുകൾക്ക് നല്ല കോലത്തിൽ പോകുന്ന ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കാൻ ശ്രമിക്കുന്നവർ, സുഹൃത്തുക്കളെ തെറ്റിക്കാൻ ശ്രമിക്കുന്നവർ, ആ നിലക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഫിത്നയുടെ ആളുകളായിക്കൊണ്ട് നമ്മൾ മാറുവാൻ പാടില്ല. മസ്ലഹത്ത് ഉണ്ടാക്കുന്ന, ആളുകൾക്ക് രഞ്ജിപ്പ് ഉണ്ടാക്കുന്ന, സന്തോഷം ഉണ്ടാക്കുന്ന അവസ്ഥയിലായിരിക്കണം നമ്മൾ ഉണ്ടായിരിക്കേണ്ടത്. ഇബാദത്തുകളിൽ കൃത്യമായ ഒരു ശ്രദ്ധ നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കുവാൻ, നമസ്കാരം ഒഴിവാകാതിരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഈ രൂപത്തിൽ നമ്മുടെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്തി, ഈ കഴിഞ്ഞ വർഷം എനിക്ക് എങ്ങനെയായിരുന്നു, എന്റെ ഈ കഴിഞ്ഞ മുഴുവൻ വർഷങ്ങളും എങ്ങനെയായിരുന്നു, അതിലെ പ്രശ്നങ്ങളും പോരായ്മകളും ഒക്കെ ചികഞ്ഞന്വേഷിച്ച് അതിനെ പരിപൂർണമായും തിരുത്താൻ തയ്യാറായിക്കൊണ്ട് ചെയ്ത പാപങ്ങൾ മുഴുവനും അല്ലാഹുവോട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ, വരും വർഷങ്ങളിൽ ഏറ്റവും നല്ല മുഅ്മിനായിക്കൊണ്ട് ഊർജ്ജസ്വലമായിക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നവനാകുമെന്ന ഒരു തീരുമാനത്തിലായിരിക്കണം സുഹൃത്തുക്കളെ നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ തിന്മകളെ പരിപൂർണമായി മാറ്റിവെച്ച് നന്മകളിൽ മുന്നേറാനുള്ള തൗഫീഖ് നമ്മൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, മരണം എന്നത് യാഥാർത്ഥ്യമാണ്. ആ മരണത്തിൽ നമുക്കൊരിക്കലും ഒളിച്ചോടുവാൻ സാധ്യമാവുകയില്ല. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത് സൂറത്തുൽ ജുമുഅയിലെ വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. മരണം എന്നത് നിങ്ങൾ എത്ര തന്നെ ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും ആ മരണം നിങ്ങളെ പിടികൂടുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ മരണത്തിന് ശേഷം സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആലിമുൽ ഗൈബി വശഹാദ അറിയുന്ന അല്ലാഹുവിലേക്കാണ് നിങ്ങളൊക്കെയും മടങ്ങിപ്പോകേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ റബ്ബിലേക്ക് മടക്കപ്പെടുമ്പോൾ നമ്മൾ നന്മകൾ ചെയ്യുന്നവർ മാത്രമായിരിക്കേണ്ടതുണ്ട്. ആ മരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ നന്മ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലായിരിക്കേണ്ടതുണ്ട്. ആ മരണത്തിന് മുമ്പ് സുഹൃത്തുക്കൾ നന്മകൾ മാത്രം ചെയ്യാനായിരിക്കും നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മരണത്തെ നന്നായി ഓർക്കണം എന്ന് റസൂൽ പറഞ്ഞു. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങളുടെ എല്ലാവിധ സുഖ സൗകര്യങ്ങളെയും ഇല്ലാതാക്കി കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞു. ആ മരണത്തെ നന്നായി ഓർക്കുമ്പോൾ അനാവശ്യമായ അടിച്ചുപൊളികളിലേക്ക് നമുക്ക് പോകുവാൻ കഴിയില്ല. ഇന്നത്തെ സമൂഹം, പ്രത്യേകിച്ച് യുവ സമൂഹം എന്നുള്ളത് ഒരു സെലിബ്രേഷൻ കൾച്ചറിൽ അടിച്ചുപൊളിയുടെ പിന്നാലെയാണ്. അടിച്ചു പൊളിക്കാനുള്ള സാഹചര്യങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ നോക്കി നടക്കുകയാണ്. സ്കൂൾ വെക്കേഷൻ ആകുമ്പോൾ അടിച്ചുപൊളിയാണ്, സ്കൂൾ തുറക്കുമ്പോൾ പിന്നെയും അടിച്ചുപൊളിയാണ്. ഏതൊക്കെ ദിവസങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടിയുള്ള ആഘോഷിക്കാനുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണ് പുതിയ അന്വേഷണങ്ങൾ നമ്മുടെ സമൂഹമുള്ളത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പല ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കൾ, അതിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് തന്നെയാണ്
പുതുവർഷമാകുമ്പോൾ ഒരു അടിച്ചുപൊളിയുടെ പിന്നാലെയാണ് ആളുകൾ ഉണ്ടാകാറുള്ളത്. ഒരു പുതിയ വർഷത്തെ വരവേൽക്കാൻ വേണ്ടി എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. സർക്കാർ തലത്തിൽ തന്നെ നേരിട്ട് ആഘോഷ പരിപാടികൾ ന്യൂ ഇയറുമായി കൊണ്ട് നടത്തപ്പെടുന്നു. ഇതൊക്കെ വളരെ നോർമലൈസ് ചെയ്തുകൊണ്ട് നിസാരമായി കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഇസ്ലാമികമായി ഇതിൻ്റെ ഒക്കെ നിയമങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ആഘോഷമോ അതിൽ പങ്കെടുക്കാനോ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. പുതുവർഷം എന്നുള്ളത് ആഘോഷിക്കേണ്ട ദിവസമായിരുന്നുവെങ്കിൽ മുഹറം മാസത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ച് കാണിച്ചു തരേണ്ടതുണ്ടായിരുന്നു. അല്ലെങ്കിൽ പ്രവാചകന്റെ ശേഷമുള്ള സഹാബികൾ അങ്ങനെ ഒരു ആഘോഷം നമുക്ക് കാണിച്ചു നൽകേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആഘോഷം മുസ്ലിമിനെ പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഒരു ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ചുകൊണ്ട്, ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ചുകൊണ്ട് ജനുവരി ആകുമ്പോൾ ആഘോഷിക്കുവാൻ, അതിൽ പങ്കാളികളാകുവാൻ മുസ്ലിം ഒരിക്കലും അനുവദനീയമല്ല. അതിന്റെ പേര് ഹാപ്പി ന്യൂ ഇയർ എന്ന് പരസ്പരം വിഷ് പറയുവാൻ, പരസ്പരം തഹനിയത്ത് പറയുവാൻ, ആശംസാ വാചകങ്ങൾ വളരെ നിസാരമായ ആളുകൾ കാണുന്നത്. സ്റ്റാറ്റസുകൾ വെക്കുന്നു, ആളുകൾ പരസ്പരം ആശംസകൾ കൈമാറുന്നു, ഗ്രൂപ്പുകളിൽ അത്തരം മെസ്സേജുകൾ അയക്കുന്നു. സ്കൂളുകളിലും കമ്പനികളിലുമൊക്കെ പരസ്പരം ന്യൂ ഇയർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് പരസ്പരം ഫ്രണ്ട്സായി തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനം കൊടുക്കുന്നു. ഇതൊക്കെ ആര് പഠിപ്പിച്ച കൾച്ചറാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നിങ്ങളിൽ ആരെങ്കിലും ഒരു വിഭാഗത്തോട് സദൃശ്യപ്പെടുന്നുവെങ്കിൽ അവൻ അവരിൽപ്പെട്ടവരാണ്. ന്യൂ ഇയർ ആഘോഷത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ആരാണ് ഇത് ഉണ്ടാക്കിയത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ക്രൈസ്തവരാണ് ലോകത്തിനും ഒരു ആഘോഷം കൊണ്ടുവന്നത്. പണ്ട് കാലത്ത് കലണ്ടർ എന്നുള്ളത് ഏപ്രിൽ മാസത്തിലായിരുന്നു ആരംഭിച്ചിരുന്നത്. പിന്നീട് ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് അതിനോട് ചേർന്നാണ് ജനുവരിയിലേക്ക് പുതുവർഷം മാറ്റിയത് എന്ന് അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എന്നിട്ട് അങ്ങനെ ഒരുമിച്ചുള്ള ഒരു ആഘോഷത്തിന് വേണ്ടി അത് മാറ്റുകയും അത്തരമൊരു ആഘോഷം അവർ ഉണ്ടാക്കുകയും പിന്നെ ലോകത്ത് എല്ലാവരും ഏറ്റെടുക്കുന്ന രീതിയാണ് അതിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു രീതി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ആഘോഷമാണുള്ളത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചുകൊണ്ട് 2 പെരുന്നാളുകൾക്ക് അപ്പുറത്തേക്ക് നബിദിനം പോലും ആഘോഷിക്കാത്ത ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് ഒരു ന്യൂ ഇയർ ആഘോഷിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ഇതൊക്കെ കേവലം ഒരു ആഘോഷമല്ലേ? ഇതിനൊക്കെ പിന്നിൽ എന്തിനാ മതം ഇടപെടുന്നത്? പുരോഹിതന്മാർ എന്തിനാ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്നൊക്കെ ആധുനിക കാലഘട്ടത്തിൽ ചില ആളുകൾ റീൽസ് ഇറക്കുമ്പോൾ അതൊക്കെ ശരിയാണെന്ന് വിചാരിച്ചിട്ട് പിന്നാലെ കൂടുന്ന കുറെ ആളുകൾ കൂടികളായിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ മാറുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും സുഹൃത്തുക്കൾ നമ്മൾ ആയിത്തീരുവാനും പാടില്ല. നമ്മളെന്ന് പറഞ്ഞാൽ വിശ്വാസിക്കവന്റെ ജീവിതം ആവാരചൂടം എങ്ങനെ ആയിരിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. ഉറങ്ങി എഴുന്നേൽക്കുന്നത് മുതൽ കിടന്നുറങ്ങും വരെ, ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെ, പുറത്തിറങ്ങുമ്പോൾ എങ്ങനെ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ എങ്ങനെ എന്നുവരെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആഘോഷം ആഘോഷിക്കേണ്ടതുണ്ട് എങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ചു നൽകേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പഠിപ്പിച്ചു നൽകാത്ത, ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞ ആ കാര്യത്തിലേക്ക് ഉൾപ്പെടാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. യുവാക്കളോട് പ്രത്യേകിച്ച് പറയുവാനുള്ളത്, അത്തരം ആഘോഷങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ച കാര്യമില്ല. യൗവനം എന്നുള്ളത് ഇസ്ലാമിന് വേണ്ടി, ദീനിന് വേണ്ടി മാറ്റിവെക്കാനായിരിക്കും നമ്മൾ പരിശ്രമിക്കേണ്ടത്. സഹോദരന്മാരെ, നമ്മുടെ മക്കൾ അത്തരം ആഘോഷങ്ങളിൽ, രാത്രി ദിവസങ്ങളിൽ അങ്ങാടികളിലേക്ക് ഇറങ്ങിക്കൊണ്ട് അതിന്റെ ആഘോഷ തിമിർപ്പങ്ങളിൽ ബാധകമാക്കാകുന്നില്ല എന്ന് ഓരോ രക്ഷിതാക്കളും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഫോണുകളിൽ പരസ്പരം തഹനിയത്ത് അയക്കുമ്പോൾ, ആശംസ അയക്കുമ്പോൾ, വിഷുകൾ അയക്കുമ്പോൾ അതൊരു കേവല മെസ്സേജ് അല്ലേ എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. നമ്മളൊരു വാക്കുകൾ കൊണ്ട് പോലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥ വരെ വരുമെന്ന് പ്രവാചകനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, അതൊരിക്കൽ നിസാരമല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുവാൻ നമ്മൾക്കൊരു ഇസ്സത്തുണ്ട്. വിശ്വാസി എന്ന് പറഞ്ഞാൽ അവനൊരു ഇസ്സത്തുണ്ട്. ആ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കുവാൻ, അത് മുറുകെ പിടിക്കുവാൻ ഏത് സന്ദർഭത്തിലും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, കാര്യങ്ങൾ